രക്തദാനം 18നും 65 വയസ്സിനും ഇടയിലുള്ളതും ഭാരം കുറഞ്ഞത് 50 കിലോഗ്രാം മുകളിലുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കും. എങ്കിലും രക്തം ദാനം ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. രക്തദാനം ചെയ്യുമ്പോൾ നല്ല ആരോഗ്യസ്ഥിതിയിലായിരിക്കണം. രക്തസമ്മർദ്ദവും ഹീമോഗ്ലോബിൻ നിലയും സാധാരണയായിരിക്കണം. രക്തദാനം ചെയ്ത ശേഷം പിന്നീട് വീണ്ടും ദാനം ചെയ്യാൻ പുരുഷന്മാർക്ക് 3 മാസവും സ്ത്രീകൾക്ക് 4 മാസവും ഇടവേള ആവശ്യമാണ്. HIV, ഹെപ്പറ്റൈറ്റിസ്, മലേറിയ പോലുള്ള രോഗങ്ങളുള്ളവർ, അടുത്ത കാലത്ത് ശസ്ത്രക്രിയകൾ നടത്തിയവർ, ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ എന്നീ വിഭാഗത്തിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. തലേദിവസം രാത്രി നന്നായി ഉറങ്ങിയിട്ടുണ്ടാകണം. മദ്യപിച്ച് 24 മണിക്കൂറെങ്കിലും കഴിയാതെ രക്തദാനം നടത്തരുത്. BP സാധാരണ നിലയിലാണെങ്കിലേ രക്തം നൽകാവൂ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5-ൽ കൂടുതലായിരിക്കണം. രക്തദാനത്തിന് 4 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. പ്രമേഹ രോഗികളും കൊളസ്ട്രോൾ കൂടുതലായുള്ളവരും രക്തദാനം നടത്തരുത്. സ്ത്രീകൾ ആർത്തവ സമയത്ത് രക്തദാനം നടത്തരുത്. രക്തദാനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ. രക്തദാനം ചെയ്യുന്നതിന് മുമ്പ് നല്ല ഭക്ഷണം കഴിക്കുക. ശുദ്ധമായ വെള്ളം ധാരാളമായി കുടിക്കുക. പ്രക്രിയയ്ക്ക് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ വിശ്രമിക്കുക. ശരാശരി 5 ലിറ്റർ രക്തമാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാവുക. എന്നാൽ 1 കിലോഗ്രാമിന് 50 മില്ലിലിറ്റർ എന്ന രീതിയിലേ ശരീരത്തിന് ദിവസവും രക്തം ആവശ്യമുള്ളൂ. ബാക്കി ശരീരം സൂക്ഷിച്ചിരിക്കുന്നതാണ് ദാനം ചെയ്യുക. ദാനം ചെയ്ത് 24 മുതൽ 36 വരെ മണിക്കൂറിനകം രക്തത്തിൻ്റെ അളവ് പഴയപടി ആവുകയും ചെയ്യും. ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ രക്തകോശങ്ങളും പ്ലാസ്മയും ചേർന്ന ദ്രവരൂപത്തിലുള്ള കോശസമൂഹമാണ് രക്തം. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. ചുവപ്പ് അണുക്കളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും വഹിക്കുകയും അത് കോശങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക, മാലിന്യങ്ങളെ നീക്കുക എന്നിവയാണ് രക്തത്തിൻ്റെ കടമകൾ. ഓക്സിജൻ വഹിക്കുന്നതും കോശങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ ശ്വാസകോശത്തിൽ എത്തിക്കുന്നതും ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ അതിനർത്ഥം വിളർച്ച അഥവാ അനീമിയ ഉണ്ടെന്നാണ്, അതായത് ചുവന്ന രക്താണുക്കളുടെ കുറവ്. ഇനി HB വളരെ കൂടുതലാണെങ്കിലോ അത് വിവിധ രോഗാവസ്ഥകളുടെ സൂചകമാണ്.